ചാത്തന്നൂരാണ് മറ്റൊരു മണ്ഡലം. ഒരുപക്ഷെ BJP വിജയപ്രതീക്ഷ പുലർത്തിയിരുന്നുവെങ്കിൽ പോലും മറ്റു പല മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചാത്തന്നൂരിന് അതിനുശേഷമുള്ള പരിഗണന മാത്രമാണ് നൽകിയിരുന്നത്. ഉദാഹരണത്തിന് മഞ്ചേശ്വരത്ത് ഇത്തവണ കെ സുരേന്ദ്രൻ ഒരിക്കൽ കൂടി മത്സരരംഗത്തിറങ്ങുമ്പോൾ അവിടെ വലിയ മേൽക്കൈ നേടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വനിതാ നേതാവിനെയാണ് മത്സരരംഗത്തിറക്കിയത്. പാലക്കാടിന്റെ പ്രത്യേകത നമുക്കറിയാം. അവിടെ രാഹുൽ മാങ്കൂട്ടം MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുണ്ടായ ലൈംഗിക അപവാദങ്ങൾ ഉൾപ്പെടെ അവിടെയായിരുന്നു ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ വിജയിക്കാമെന്ന തരത്തിൽ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ ഗ്രാഫ് ഉയർത്തി മാത്രം ചരിത്രമുള്ള ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരരംഗത്ത് ഇറക്കിയാലും ആ മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന വോട്ടിലേക്ക് BJPയുടെ വോട്ട് നില ഉയർത്തിയിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഇത്തവണ വിജയിക്കുക തന്നെ ചെയ്യും എന്ന ഉറച്ച പ്രതീക്ഷയായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അത്തരം മണ്ഡലങ്ങളിൽ തിരിച്ചടി നേരിട്ടു എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെയാണ് ചാത്തന്നൂരിലെ വിജയം. തീർച്ചയായും അത് BJPക്ക് ഒരു ബോണസ് ആയി മാറിയിട്ടുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. ചാത്തന്നൂരിനെ A ക്ലാസ് പട്ടികയിൽ തന്നെയാണ് പെടുത്തിയിരുന്നത് എങ്കിലും വിജയത്തിലേക്ക് എത്തുന്ന മണ്ഡലം എന്ന നിലയിലായിരുന്നില്ല BJP വിലയിരുത്തിയിരുന്നത്. അവിടെയാണ് BJPയുടെ ആദ്യ വിജയം, ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യം വിജയിക്കുന്നത് ചാത്തന്നൂരിൽ ആയിരുന്നു എന്ന പ്രത്യേകതയുള്ളത്. ഇതാ രമേശ് പിഷാരടിയുടെ ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പാലക്കാട് രമേശ് പിഷാരടി വിജയിക്കുമ്പോൾ ആ പരീക്ഷണം അതൊരു ശരിയായ പരീക്ഷണമായിരുന്നോ എന്ന സംശയം ഉണ്ടായിരുന്നു കോൺഗ്രസിന് പോലും. കാരണം അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കി എന്ന ഒരു വിമർശനം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് മികച്ച മാർജിനിൽ വിജയിച്ചു കയറാൻ സാധിച്ചതോടെ അത്തരം ആരോപണങ്ങൾ അവസാനിച്ചു. പക്ഷേ കോൺഗ്രസിനെ ഒന്നാകെ നാണം കെടുത്തുന്ന ഒരു പ്രകടനമായിരുന്നു പിന്നീട് രാഹുൽ മാങ്കൂട്ടം നടത്തിയത്. അവിടെയാണ് ആര് മത്സരിപ്പിക്കും, ഏത് കോൺഗ്രസ് നേതാവിനെ മത്സരിപ്പിക്കും, അവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് വേണ്ടത് എന്ന് രാഷ്ട്രീയ എതിരാളികൾ വെല്ലുവിളിച്ചിരുന്നു. അവിടെ ഒരു പൊളിറ്റീഷ്യനെ, ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള പൊളിറ്റീഷ്യനെ നിങ്ങൾ മത്സരിപ്പിക്കൂ, അങ്ങനെ രാഷ്ട്രീയമായി വിജയിക്കൂ എന്നതായിരുന്നു എതിരാളികളുടെ ആവശ്യം. എങ്കിൽ അവിടെ തന്ത്രപരമായ ഒരു തീരുമാനം കോൺഗ്രസ് സ്വീകരിച്ചു. കാരണം അവിടെയും അറിയാം നമുക്ക് കോൺഗ്രസിൽ പലപ്പോഴും ഗ്രൂപ്പ് കലഹങ്ങൾ തിരിച്ചടിയാകാറുണ്ട്. ഷാഫി പറമ്പിലിന് വലിയ സ്വാധീനമുള്ള ഇടമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നുവെങ്കിൽ അത് ഷാഫി പക്ഷക്കാരനാകണമെന്ന് ഒരു വിഭാഗമുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഷാഫി പക്ഷക്കാരനെ തന്നെ തുടർച്ചയായി മത്സരിപ്പിക്കുന്നു എന്ന് മറുവിഭാഗം ചോദിക്കും. അവിടെയാണ് പൊതു സ്വീകാര്യൻ കൂടിയായിട്ടുള്ള, കാലങ്ങളായി UDFന് വേണ്ടി സംസാരിക്കുന്ന, കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന, സാധാരണ നമുക്കറിയാം കലാരംഗത്ത് നിന്ന് അങ്ങനെയൊക്കെ അധികം ആളുകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് പച്ചയായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കടന്നു വരാറില്ല. പക്ഷേ തീർച്ചയായും അവിടെ രമേശ് പിഷാരടി എക്കാലത്തും കോൺഗ്രസ് രാഷ്ട്രീയത്തിനൊപ്പം നിന്നിട്ടുള്ള ആളാണ്. ആ പരീക്ഷണവും പാലക്കാട് വിജയിച്ചു. പാലക്കാട് കോൺഗ്രസ് വലിയ നാണക്കേട് നേരിട്ട മണ്ഡലമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ വലിയ അധിക്ഷേപം നേരിടുകയും ഒരുപക്ഷെ കേരളത്തിന്റെ പൊതുചിത്രത്തെ പോലും അത് ബാധിച്ചേക്കാം എന്ന് പോലും ഭയപ്പെട്ടിരുന്നുവെങ്കിൽ പാലക്കാട് ഇത്രയും വലിയ ആരോപണങ്ങൾ നിലനിൽക്കെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട്, രമേശ് പിഷാരടിയെ പോലെ ഒരാളെ മത്സരിപ്പിച്ചുകൊണ്ട് വിജയക്കൊടി പാറിക്കാൻ അവിടെ കോൺഗ്രസിന് സാധിച്ചു എന്നത് ഏറ്റവും നല്ല രാഷ്ട്രീയ തീരുമാനമാക്കി മാറ്റാൻ ഇപ്പോൾ കോൺഗ്രസിന് സാധിച്ചു. കോങ്ങാട് KA തുളസിയും വിജയിച്ചു കയറുന്നു. കോങ്ങാട് രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നായിരുന്നില്ല. കോങ്ങാട് സ്ഥാനാർത്ഥിയായി വന്ന KA തുളസി അവിടുത്തെ MP ആയിട്ടുള്ള, പാലക്കാടിന്റെ MP ആയിട്ടുള്ള VK ശ്രീകണ്ഠന്റെ ഭാര്യയല്ലേ? എന്തിനാണ് ഒരു കുടുംബത്തിൽ നിന്ന് 2 സ്ഥാനാർത്ഥികൾ എന്ന ചോദ്യം ആ ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. പക്ഷേ KA തുളസിയെ പോലെ ഒരു കോൺഗ്രസ് നേതാവിനെ VK ശ്രീകണ്ഠന്റെ ഭാര്യ എന്ന നിലയിലല്ല വിലയിരുത്തേണ്ടത് എന്നതായിരുന്നു അവിടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. പതിറ്റാണ്ടുകളായി കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു വനിത എന്ന നിലയിൽ അവർക്ക് ഇടം നൽകണമെന്നതായിരുന്നു. അങ്ങനെ ഇതാ കോങ്ങാട് KA തുളസിക്ക് വിജയക്കൊടി പാറിക്കാൻ അവിടെ സാധിച്ചു എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ മലമ്പുഴയിലെ പരീക്ഷണം പാളിപ്പോയി എന്ന് പറയാം. അവിടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന്റെ കോന്നിയിൽ LDF ജയിച്ചു. കോന്നിയിൽ KU ജനീഷ് കുമാർ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയാണ്. KU ജനീഷ് കുമാർ 1812 വോട്ടുകൾക്കാണ് KU ജനീഷ് കുമാറിന്റെ ജയം. സതീഷ് കൊച്ചുപറമ്പിലിനെ 1812 വോട്ടുകൾക്ക് ഏതാണ്ട് അവസാന റൗണ്ടുകളിൽ ഒപ്പത്തിനൊപ്പം നിന്ന് പോരാടിയ സതീഷ് കൊച്ചുപറമ്പിലിനെ മറികടന്ന് ഇപ്പോൾ KU ജനീഷ് കുമാർ വിജയം നേടിയിട്ടുണ്ട്. LDFന് ആശ്വാസകരമാണ്. കോന്നിയിൽ ജനീഷ് കുമാർ ജയിക്കുമെന്നുള്ള പ്രതീതി നേരത്തെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. പക്ഷേ പ്രത്യേകിച്ചും ആ
മണ്ഡലത്തിൽ തന്നെ യുവത്വമുള്ള MLA വളരെ സജീവമായി നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ജനീഷിന് വിജയപ്രതീക്ഷയും ഉണ്ടായിരുന്നു. മത്സരം ടൈറ്റ് ആയിരുന്നു. തീർച്ചയായും ജനീഷിന്റെ വിജയം ചെറിയ ആശ്വാസമല്ല നൽകുന്നത്. കാരണം കോന്നി പോലെയുള്ള ഒരു മണ്ഡലം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉടനീളം നമ്മൾ കേട്ടത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. UDFന്റെ പ്രചാരണ വാഹനങ്ങളിലെല്ലാം നിറഞ്ഞത് പോറ്റിയെ കേറ്റിയെ എന്ന തരത്തിലുള്ള പ്രചാരണമായിരുന്നുവെങ്കിൽ ആ ശബരിമല ഉൾപ്പെടെ എങ്ങനെ പ്രതിഫലിച്ചു എന്നതാണ് നമ്മൾ കണ്ടത്. അവിടെയാണ് 2 ദേവസ്വം മുൻ മന്ത്രിമാർക്ക് നേരത്തെ VN വാസവൻ തോൽവിയെറിയുന്നു. അത് കോട്ടയത്തെ ഏക ചെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലത്തിൽ VN വാസവൻ പരാജയപ്പെട്ടു. മറ്റൊരു ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, അതായത് ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം കടകംപള്ളിയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ കടകംപള്ളിയെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ ആ ശബരിമല ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടില്ല എന്നെങ്കിലും പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ഇതാ കോന്നിയിൽ LDFന് വിജയിക്കാൻ സാധിക്കുന്നു. അതേ ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലം, അല്ലെങ്കിൽ ആ ശബരിമല ഉൾപ്പെടുന്ന ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലം. അതുകൊണ്ട് ഈ ജയം തീർച്ചയായും LDFന് വലിയ ആശ്വാസം തന്നെയാകുന്നുണ്ട്. കാരണം ഇത്രയേറെ പ്രചാരണങ്ങൾ നടത്തിയിട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും പത്തനംതിട്ട പോലെയുള്ള പ്രദേശത്ത് ഇടതുപക്ഷത്തിന് കൃത്യമായ സാന്നിധ്യമുണ്ട്. അവിടെ വീണ്ടും ഇടതുപക്ഷത്തിന് വിജയിച്ചു കയറാൻ സാധിക്കുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് UDFന്റെ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച ഒരു തെരഞ്ഞെടുപ്പാണിത് എന്നത് ഇപ്പോഴത്തെ അംഗബലം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 102 സീറ്റുകളിലാണ് UDF മുന്നിട്ട് നിൽക്കുന്നത്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അതിശക്തമായ തരംഗമായി ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ പോലും 99 സീറ്റുകളായിരുന്നു LDFന് ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് 102 എന്ന നിലയിലേക്ക് UDF ഉയർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മണ്ഡലം നിലനിർത്താൻ സാധിക്കുന്നു ഇടതുമുന്നണിക്ക്. ജനീഷ് വീണ്ടും വിജയിച്ചു കയറുന്നു. അത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് എങ്കിൽ പോലും പക്ഷേ ആറന്മുളയിൽ സാഹചര്യം മാറുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.